പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചാലാണ് അകത്തേക്ക് കടത്തിവിടുള്ളൂ. കൂടാതെ ചെറിയൊരു എമൗണ്ട് എൻട്രി ഫീസും ഉണ്ട്. നമ്മളിപ്പോൾ പോണത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഈവനിങ് ടൈമിൽ ഈ റൂട്ടിലൊക്കെ ഒരുപാട് മ്ലാവുകളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആനകളും കടുവയൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന റൂട്ട് തന്നെയാണിത്. നമുക്ക് ഈ റൂട്ടിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5:30 വരെ മാത്രമാണ് പ്രവേശനമുള്ളത്. 5:30ക്ക് ശേഷം വന്നാൽ പിന്നെ നമ്മളെ കടത്തിവിടില്ല. ബോട്ട് ലാൻഡിലേക്ക് എത്തുന്നതിന് ഏകദേശം 500 മീറ്റർ മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ PWD റെസ്റ്റ് ഹൗസ് കാണാം. കാടിനുള്ളിൽ നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ മുൻവശത്തും ബാക്ക് വശത്തും ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്. പക്ഷെ നല്ല തിക്കായിട്ടുള്ള അടിക്കാടായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല എന്ന് മാത്രം. നല്ല തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ബേഡ്സും മലയണ്ണാനും നീലഗിരി ലങ്കൂറുകളൊക്കെ നമുക്കിവിടെ സ്റ്റേയിലിരുന്നുകൊണ്ട് തന്നെ കാണാം. അതുപോലെ തന്നെ മ്ലാവുകളെ നമുക്ക് ഈ പരിസരത്ത് തന്നെ മിക്കപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ ഈ PWD റെസ്റ്റ് ഹൗസ് കേരള എന്ന വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൊത്തം 3 റൂമാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 എണ്ണം മാത്രമാണ് ഓൺലൈനായിട്ട് പബ്ലിക്കിന് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാം AC റൂമാണ്. വെറും 750 രൂപയാണ് ഒരു റൂം ബുക്ക് ചെയ്യാനുള്ള ചാർജ്. അതും 2 പേർക്ക്. 1000 രൂപയ്ക്ക് 3 പേർക്ക് ഒരു റൂമിൽ സ്റ്റേ ചെയ്യാം. പിന്നെ ഫുഡൊന്നും ഇൻക്ലൂഡ് അല്ല, നമ്മൾ പുറത്ത് പോയി കഴിക്കേണ്ടി വരും. നമ്മൾ ആദ്യം കണ്ട എൻട്രൻസ് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഹോട്ടലുകളുണ്ട്. രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ 5:30ക്ക് മുന്നേ പോയി വാങ്ങിക്കൊണ്ടുവരണം. ഈ അടുത്തിടെയാണ് ഇതിൻ്റെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതേ തൊട്ടടുത്ത മരത്തിൽ മലമുഴക്കി വേഴാമ്പൽ. അതിൻ്റെ കണ്ണിൻ്റെ കളർ കണ്ടോ, റെഡ് കളർ. അതാണ് മെയിലിൻ്റെ അടയാളം. ഫീമെയിലിൻ്റെ കണ്ണ് റെഡിന് പകരം വൈറ്റ് ആയിരിക്കും. റെസ്റ്റ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഒരു ആമയുടെ രൂപമാണ് ഇതിന്. അത്യാവശ്യം സ്നാക്സും കൂൾ ഡ്രിങ്ക്സും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മരത്തിൽ കടുവ സ്ക്രാച്ച് ചെയ്ത് മാർക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 3:30ക്കുള്ള ബോട്ടിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് തേക്കടിയിലെ ലാസ്റ്റ് ബോട്ടിങ്. ഇവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ബോട്ടിംഗ് പോയിന്റിലേക്ക്. വേനലായതുകൊണ്ട് പെരിയാർ തടാകത്തിൻ്റെ ഒരു അവസ്ഥ നോക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ലാസ്റ്റ് ബോട്ടിങ്ങിന് വരുന്നവർക്ക് ഒരുപാട് വൈൽഡ് അനിമൽസിനെ കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ 3:30ക്കുള്ള ബോട്ടിങ്ങിന് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ ഒരുപാട് പേര് ടിക്കറ്റ് കിട്ടാതെ തിരിച്ചുപോയി. അപ്പോൾ ഈ ഒരു ടൈമിൽ വരുന്നവർ പരമാവധി ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തു വരാൻ ശ്രമിച്ചോളൂ. അങ്ങനെ പെരിയാറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള സഫാരി തുടങ്ങി. ലേക്ക് പാലസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ട ഗംഭീര ഒരു കാഴ്ചയായിരുന്നു ഇത്. എല്ലാവർക്കും വലിയ അതിശയമായിരുന്നു ഈ ഒരു കാഴ്ച കണ്ടിട്ട്. അതിനും മാത്രം അനിമൽസ് ഉണ്ടായിരുന്നു. അതും മ്ലാവുകളും വൈൽഡ് കവറുകളും പന്നികളും ഒരുമിച്ച് കൂടിയുള്ള ഒരു കാഴ്ച. കുറച്ചപ്പുറത്തൊരു അമ്മാനയും കുട്ടിയാനയും ഉണ്ടായിരുന്നു. ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ നേരെ മുന്നിലാണ് ഈ ആനകൾ നിൽക്കുന്നത്. ഇന്ന് ലേക്ക് പാലസിലും അതുപോലെ ഇടപ്പാളയം നൈറ്റ്സിലും ഉള്ള ഗസ്റ്റുകൾക്ക് ചാകരയാണ്. ഈ കാഴ്ചകളൊക്കെ സ്റ്റേയിലിരുന്നു കൊണ്ട് തന്നെ കാണാം. ഇതാണ് ലേക്ക് പാലസ്. പാലസിൻ്റെ തൊട്ട് മുന്നിൽ കുറച്ച് ചാരു ബെഞ്ചുകളുണ്ട്.
അതിലിരുന്നാൽ ഇരുട്ടാവുന്നത് വരെ ഈ അനിമൽസിനെ കണ്ടുകൊണ്ടിരിക്കാം. തൊട്ടടുത്താണ് ഇടപ്പാളയം നൈറ്റ്സ്, കാടിനുള്ളിലെ ഫാമിലി സ്റ്റേ. ഡീറ്റെയിൽസ് ഈ ചാനലിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സഫാരിയിൽ അടുത്തൊരു സർപ്രൈസ് കാഴ്ചയായിരുന്ന ഈ 3 മലമുഴക്കി വേഴാമ്പലുകൾ. ജനുവരി തുടങ്ങി മെയ് വരെയാണ് ഇവരുടെ ബ്രീഡിംഗ് സീസൺ. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഫുൾ ടൈം ആക്റ്റീവായിരിക്കും ഇവർ. കാണാനുള്ള ചാൻസും കൂടുതലാണ്. ഇവിടത്തേക്കാൾ ഏറ്റവും കൂടുതൽ കാണാനുള്ള ചാൻസ് നെല്ലിയാമ്പതിയിലാണ്. ഒന്നര മണിക്കൂറാണ് ഈ സഫാരി. ഏകദേശം അതിൻ്റെ പകുതി ടൈം ആകുമ്പോൾ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോകും. തേക്കടിയിലെ ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. കാടിനുള്ളിൽ ഒരുവിധ എല്ലാ അരുവികളും വറ്റി വരണ്ടിട്ടുണ്ടാവും. പിന്നെ ആകെയുള്ള ആശ്രയം ഈ തടാകമാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് ആകുമ്പോൾ വെള്ളം കുടിക്കാനായി ഈ തടാകത്തിൻ്റെ പല ഭാഗത്തായിട്ട് അനിമൽസ് ഇറങ്ങി വരും. ഇനി അനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും കാടിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല ഈ ഒരു സഫാരി. കാരണം അത്രയും മനോഹരമാണ് ഈ പെരിയാർ കാട് കാണാൻ. ദേ അടുത്തൊരു കാഴ്ച നോക്കിയേ, ഒരു കൂട്ടം എന്തിൻ കവറുകൾ. വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇവരിങ്ങനെ ഇറങ്ങി വരുന്നത്. തടാകത്തിനരികിൽ എപ്പോഴും നനവുള്ളത് കൊണ്ട് നല്ല പച്ചപ്പുള്ള പുല്ല് ഇവർക്ക് തിന്നാൻ കിട്ടും. അപ്പോൾ ആ ഒരു കാരണം കൂടി കൊണ്ടാണ് വേനൽക്കാലത്ത് ഇവരിങ്ങനെ കൂട്ടായിട്ട് തടാകക്കരയിലേക്ക് വരുന്നത്. ഈ സഫാരിയിൽ ടെലി ലെൻസ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം അനിമൽസിനെ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് ഈ പെരിയാറിൻ്റെ ഭംഗി മനസ്സിലാവില്ല. അതുകൊണ്ട് 24-105mm ലെൻസാണ് ഞാൻ ഈ സഫാരിക്ക് വേണ്ടി യൂസ് ചെയ്തത്. നമ്മുടെ ഈ പെരിയാർ കാടിൻ്റെ ഭംഗിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക വനങ്ങളിലും ഈ മ്ലാവുകളെ കാണാൻ പറ്റും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെയാണ് കേഴമാനുകളും. ഒട്ടുമിക്ക വനങ്ങളിലും അവർക്ക് അതിജീവിക്കാൻ കഴിയും. പക്ഷെ മറ്റുള്ള മാനുകൾക്ക് അവരുടെ ആവാസവ്യവസ്ഥ വിട്ട് അതിജീവൻ എളുപ്പമല്ല. ഈ അടുത്തിടെ ഇവിടേക്ക് കുറച്ച് പുള്ളിമാനുകളെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ എണ്ണം കുറഞ്ഞു വന്നതല്ലാതെ അവർക്ക് ഇവിടെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ 1.5 മണിക്കൂർ നീണ്ട സഫാരി കഴിഞ്ഞ് ബോട്ട്ലാൻഡിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റേ ആയതുകൊണ്ട് 5:30 വരെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും അനിമൽസ് ഇറങ്ങി വന്നാൽ കാണാം എന്ന് മാത്രം. പക്ഷെ 5:30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ കയറിക്കൊള്ളണം. അതിനുശേഷം നമ്മളെ ടൈഗർ റിസർവിനുള്ളിൽ കണ്ടാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. കന്യാസ്ത്രീ കൊക്കിൻ്റെ കൂടാണ് കേട്ടോ കാണുന്നത്. കരിങ്കൊക്ക് എന്ന് മലയാളത്തിൽ ഇവർക്ക് പേരുണ്ട്. അങ്ങനെ ബോട്ട്ലാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. ആ കാണുന്ന ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ നമ്മുടെ റൂമിൻ്റെ പുറകുവശം വരെയുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പറയണത്. ഞാൻ അതിന് മുന്നേ PWD കവലയ്ക്ക് ഏകദേശം ഇരുട്ടായി തുടങ്ങിയപ്പോൾ ദേ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മ്ലാവ്. നമ്മളെ കണ്ടിട്ടും വലിയ പേടിയൊന്നുമില്ല, തൊട്ടടുത്തേക്ക് തന്നെയാണ് വരുന്നത്. കുറച്ച് നേരം അങ്ങനെ നമ്മളെ സൂക്ഷിച്ച് നോക്കി നിന്നിട്ട് പതുക്കെ കാട്ടിലേക്ക് പോയി. അപ്പോൾ ദേ ഇതാണ് ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ്. ഇവിടെ ഇരുന്നാൽ നമുക്ക് കാടിൻ്റെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അതായത് പലതരം മൂങ്ങകളുടെ ശബ്ദം. ബോട്ടിങ് കഴിഞ്ഞ് ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ദൂരേക്കൊന്നും പോയില്ല. എൻട്രൻസ് ഗേറ്റിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണിയാണ് വാങ്ങിയത്. പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ നമുക്ക് ഇവിടുത്തെ കിച്ചണിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ തിരിച്ചേൽപ്പിച്ചാൽ മതി. അപ്പോഴാണ് ഇതേ പുറത്ത് ഇങ്ങനെ ഒരു കാഴ്ച.
ഇവിടെ വരുന്നവർക്ക് ഷുവറായും കാണാൻ പറ്റൂട്ടോ ഇവരെ, കാരണം എല്ലാ ദിവസവും ഇരുട്ടാവുമ്പോൾ തന്നെ ഇവരോട് ഉണ്ടാവും. ഈ മുള്ളം പന്നികളുടെ മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ ഒരു രക്ഷയില്ല കേട്ടോ. കാഴ്ചയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇവർ തമ്മിൽ. ഒരാൾ പിണങ്ങിപ്പോയി തിന്നാൻ സമ്മതിക്കാത്തതുകൊണ്ട്. ഈ കിച്ചൻ്റെ വാതിൽ കണ്ട, ഇവന്മാരുടെ പരിപാടിയാണിത്. അതുകൊണ്ട് ഇപ്പോൾ ദേ ഇരുമ്പിൻ്റെ ഷീറ്റ് വെച്ചേക്കാണ്. ഒരുപാട് കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് കാഴ്ച നമുക്കിവിടെ അനുഭവപ്പെടും. മലബാർ വിസ്ലിംഗ് ത്രഷ് അഥവാ ചൂളക്കാക്ക. വെളുപ്പിന് 5 മണി തുടങ്ങി നമുക്ക് ഇവരുടെ പാട്ട് കേൾക്കാം. ഭയങ്കര രസമാണ്. ഗസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ളൊരു മരമാണ്. ഒരുപാട് ബേഡ്സ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഒരു നേച്ചർ വോക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. നേരിട്ട് പോയാൽ ടിക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ വീണ്ടും നമുക്കൊരു ബോട്ടിങ്ങിന് പോവാം. രാവിലത്തെ ബോട്ടിങ്ങിന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇന്ന്. പക്ഷെ നേച്ചർ വോക്കിന് നല്ല തിരക്കാണിന്ന്. ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞത് ഏകദേശം 30ഓളം പേര് ഇന്ന് നേച്ചർ വോക്കിനുണ്ടെന്നാണ്. ഇവിടെയാണ് നേച്ചർ വോക്കിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നേച്ചർ വോക്കിന് പോവാണ്. നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. ഇത് നമ്മുടെ ബോട്ട്ലാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടതാണ്. കുറച്ച് മ്ലാവും വൈൽഡ് കവറുകളും. മിക്കപ്പോഴും ബോട്ട്ലാൻഡിൻ്റെ അടുത്ത് തന്നെ അനിമൽസ് ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വരെ നടന്നു വരുവാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇതുപോലെ അനിമൽസിനെ കാണാൻ പറ്റും. അത് നേച്ചർ വോക്കും ബോട്ടിങ് എടുക്കാതെ തന്നെ. ഈ ചെങ്ങാടത്തിൽ അക്കരെ കടന്നിട്ട് വേണം നമുക്ക് കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. സൂര്യൻ ഉദിച്ചു വരുന്നൊരു കാഴ്ച നോക്കി. ഡാമിൽ വെള്ളം കുറയുന്നത് കൊണ്ട് ചെറിയ മീനുകൾ ഈ സൈഡിൽ വന്ന് നിൽക്കും. അവരെ പിടിക്കുന്ന തിരക്കിലാണ് ഈ നീർക്കാക്കകളും കൊക്കുകളും പൈഡ് കിങ് ഫിഷറൊക്കെ. മിനിമം 4 പേര് വേണം നേച്ചർ വാക്കിന്. 1200 രൂപയാണ് 4 പേർക്ക്. അപ്പോൾ ഒരാൾക്ക് 400 രൂപ. ഇനി ഒരാളാണുള്ളതെങ്കിലും 1600 തന്നെ അടയ്ക്കണം. രണ്ടര മണിക്കൂറാണ് ഈ നേച്ചർ വോക്ക്. ഒരുപാട് പേരുണ്ടെങ്കിൽ പല ബാച്ചായിട്ടായിരിക്കും പോകുന്നത്. ഒരു ഗൈഡിൻ്റെ കൂടെ മാക്സിമം 6 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ആളുകൾ കൂടുതലുള്ളപ്പോൾ അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷേ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നല്ലൊരു ഷോർട്ട് ട്രെക്കിംഗ് പ്രോഗ്രാമാണിത്. ഇതാണ് ബ്ലാക്ക് ഹെഡഡ് ഐബീസ്. തൊട്ടടുത്തുള്ള ചെറിയ വാട്ടർ ബേഡാണ് കോമൺ സാൻഡ് പൈപ്പർ.
ഏകദേശം 3 കിലോമീറ്റർ നടന്ന് ഈ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ വരെയാണ് ട്രെക്കിങ്. ഇനി തിരിച്ചു പോകുന്നത് നമ്മൾ വന്ന റൂട്ടിലൂടെ ആയിരിക്കില്ല, മറ്റൊരു റൂട്ടിലൂടെ ആയിരിക്കും. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നോക്കിയേ. സ്പോട്ടഡ് ഡവിൻ്റെ മേറ്റിംഗ് ആണ് കേട്ടത്. പ്രത്യേകിച്ച് ഒരു ബ്രീഡിംഗ് സീസണും ഇല്ലാത്തൊരു ബേഡ്സാണ് ഇവർ. വർഷത്തിൽ ഏത് മാസത്തിലാണെങ്കിലും ഇവരുടെ പ്രജനനം നടക്കും. നമുക്ക് മുന്നേ പോയൊരു ബാച്ചാണ് ഇവർ. മൊത്തം ഫോറിനേഴ്സാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരാണ് ട്രെക്കിംഗ് പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യണത്. അപ്പോൾ നേച്ചർ വാക്കിന് വരുന്നവർക്ക് വേണ്ടി നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ രാവിലത്തെ ട്രെക്കിങ്ങിന് എന്നും ഭയങ്കര തിരക്കായിരിക്കും, എന്നാൽ ഈവനിങ് ട്രെക്കിങ്ങിന് തിരക്ക് വളരെ കുറവായിരിക്കും. അതായത് 2:30 തുടങ്ങി 5 മണി വരെയുള്ള സ്ലോട്ട്. ശരിക്കും അപ്പോഴാണ് നമുക്ക് അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസും കൂടുതൽ. അങ്ങനെ ട്രെക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ 10 മണിയാവും. അപ്പോൾ ഇനി നേരെ റൂമിൽ പോയി ഫ്രഷായി ചെക്കൗട്ട് ചെയ്യണം. 11 മണിക്കാണ് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെക്ക് ഇൻ ചെയ്യേണ്ടത് 12 മണിക്കും. പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടുക്കി ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് റെസ്റ്റ് ഹൗസുകൾ കാണാം. അതിൽ തേക്കടി IB ആണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ തൊട്ടടുത്ത് കുമളിയിലും റെസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ തേക്കടി കുമളിയും മാറിപ്പോവണ്ട. റൂമിലേക്ക് പോണ വഴിക്ക് റോഡ് സൈഡിൽ തന്നെ ഒരു മ്ലാവ്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.